ഞാൻ എന്തായാലും ഒരു 3-3.5 കോടി മുടക്കിയില്ലേ. ഇനി ഒരു 50-50 ഷെയറിൽ സുധാകർജിയോട് സംസാരിച്ച് ഞാൻ ഈ പ്രോജക്റ്റിൽ അങ്ങ് ഇൻവോൾവ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അതെന്താ നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? അത് സുധാകർജിയോട് ഡിസ്കസ് ചെയ്യണമല്ലോ. അനന്താ ഡിസ്കസ് ചെയ്തോ, വൈകണ്ട, ചെയ്തോ. വിനീഷേ, ഈ വിവരം സുധാകർജി നീ ഒന്ന് അറിയിച്ചോ? ഓക്കെ, ഞാൻ ഈവനിങ്ങിനെ അറിയിച്ചോളാം. സാറേ, ഇങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ മനസ്സിൽ വേറെ വല്ല ഉദ്ദേശമുണ്ടോ? അനന്ത അത് നോക്കിയിരിക്കാതെ എന്തെങ്കിലും എടുത്ത് കഴിക്കേ. കൊടുള്ളി, ഈ ആർട്ട് ഡയറക്ടറെ ഒരു ഒറീസക്കാരനല്ലേ? കൃഷ്ണമൂർത്തി സാറിന്റെയും നമ്മുടെ സാബു സുനിൽ സാറിന്റെയും ഒക്കെ അസിസ്റ്റന്റ് ആയിരുന്നു എന്നാ പറഞ്ഞത്. അതിന്റെ മെച്ചമൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞ ഐഡിയ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. അതെ, അതിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകളെയൊക്കെ വിളിക്കുന്നേ. എല്ലാം തീരുമാനിക്കുന്നത് സുധാകർജിയല്ലേ? ഇത് പ്രോബ്ലം ആവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ. സുധാകർജി, ഞാനിവിടെ ഹോട്ടലിലെത്തി. ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ സുധാകർജി തീരുമാനിച്ചതല്ലേ ഈ പ്രോജക്റ്റിൽ നിന്ന് അനന്തനെ ഒഴിവാക്കി നമ്മൾ ഏറ്റെടുക്കുമെന്ന്. സുധാകർജി ഇപ്പൊ പ്ലാൻ ചെയ്ത കണക്കിനാണെങ്കിൽ അവർക്ക് ചേട്ടനും അനിയനും പണി കിട്ടുകയും ചെയ്യും, നമ്മൾ ഈ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഇല്ലില്ല, ഒരു കാരണവശാലും പിടികൊടുക്കില്ല. ഞാൻ തിരിച്ചു വിളിക്കാം. വാ. ചൊവ്വാഴ്ചത്തേക്ക് ടിക്കറ്റ് വിളിച്ച് പറഞ്ഞായിരുന്നു കുടിവള്ളി. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ ചെയ്യാൻ. വിനീഷ് തന്നെയല്ലേ പോണെന്ന് പറഞ്ഞത്? അവിടെ ചെന്നിട്ട് കുറച്ച് ജോലിയുണ്ട്. നമ്മുടെ ആർട്ട് ഡയറക്ടർ ഉണ്ടല്ലോ, അയാളുമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് വേണം, അത്യാവശ്യം. അതെ, അതിനുമുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് തീരുമാനിക്കാനുണ്ട്. എന്റെ ഭാഗത്തിന് ഡിലേ ഒന്നുമില്ല. എല്ലാ ഇഷ്യൂസും ക്ലോസ് ചെയ്തു. ഇനി ടോട്ടലി ഫ്രീ ആണ്. ഇനിയുള്ള ദിവസങ്ങൾ അനന്തന്റെ മനസ്സും ശരീരവും ഈ പ്രോജക്റ്റിനൊപ്പമായിരിക്കും. അതെ, ഈ പ്രോജക്റ്റിന്റെ മെയിൻ ഫണ്ടർ വേറൊരാളുണ്ട്. അയാൾക്ക് അനന്തനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതാരാ വിനീഷ്? അങ്ങനെ ഒരാളെ കുറിച്ച് ഇതുവരെ പറഞ്ഞു കേട്ടില്ലല്ലോ. ശരിയാ, ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരാളുണ്ട്, ഇതുവരെ ചിത്രത്തിൽ വന്നിട്ടില്ല. മാത്രവുമല്ല, സുധാകർജിയെ തീരുമാനിച്ചത് അനന്തനെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയതുപോലെ അദ്ദേഹത്തിന് ജെന്യുവനായിട്ട് തോന്നിയ പലരെയും പല പ്രോജക്റ്റിലും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനിപ്പോ എന്താ കുഴപ്പം? ഇത്രയും വലിയ ബഡ്ജറ്റ് ആവുമ്പോ 3-4 പേര് ഫണ്ട് ഷെയർ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല അനന്താ. അതെ, അത്രേ ഉള്ളൂ. പിന്നെ അദ്ദേഹം വരുന്നതിന് മുമ്പേ ഇതിലുള്ള ബഡ്ജറ്റും കാര്യങ്ങളും നമുക്കൊന്ന് ബ്രീഫ് ചെയ്യണം. ഇപ്പൊ വരുമോ? ഇപ്പൊ എത്തും. എന്നാ നമുക്ക് റൂമിലോട്ടിരിക്കാം.